സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എനിക്ക് തോന്നുന്നൊരു നാലഞ്ച് മാസത്തിന് പുറത്താകും തോന്നുന്നു ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ട്. സോറി ഗൈസ്, ബിസി ആയിപ്പോയി. കുറച്ച് ചെറിയ ചെറിയ പേഴ്സണൽ ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടാണ് മെയിനായിട്ടും വീഡിയോസൊന്നും അടുത്ത കാലത്ത് ഉണ്ടാകാത്തത്. ഇനി തൊട്ട് വീഡിയോസൊക്കെ ഇടാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ദിലീപ് ഏട്ടൻ്റെ 150ാമത്തെ ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലി ഞാൻ കണ്ടിരിക്കുകയാണ്. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. പേഴ്സണലി മാത്രമല്ല, എൻ്റെ ഫാമിലി ആയിട്ടാണ് പോയത്. ഫാമിലിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ പോയി തിയേറ്റർ ഹൗസ്ഫുള്ളായിരുന്നു. ഹെവി പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ദിലീപേട്ടൻ നായകനായി ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ബിൻഡോ സ്റ്റീഫനാണ്. പ്രൊഡ്യൂസർ ലിസ്റ്റിൻ സ്റ്റീഫനും പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ ഷാരിസ് മുഹമ്മദുമാണ്. ഒരു വിധപ്പെട്ട നല്ലൊരു സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു. എന്താ പറയുക, ഷാരിസ് മുഹമ്മദ് ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഷാരിസ് മുഹമ്മദിൻ്റെ മുന്നേ ഉള്ള കുറച്ച് സ്ക്രിപ്റ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്വീൻ, മലയാളി ഫ്രം ഇന്ത്യ, ജനഗണമന, ഇതിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പൊളിറ്റിക്സും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് തന്നെയായിരുന്നു. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ അതുപോലെ ഒരു നല്ലൊരു സ്ക്രിപ്റ്റ്, നല്ലൊരു കണ്ടൻ്റ് ആയിരുന്നു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിനെ കുറിച്ചുള്ള നല്ലൊരു കണ്ടന്റ് തന്നെയായിരുന്നു. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, ബാക്കി നിങ്ങൾ സിനിമ കണ്ടു നോക്കിയാൽ മതി. ദിലീപ് അല്ലാതെ തന്നെ വേറെ സിദ്ദീഖ്, പിന്നെ ഉർവശി, മഞ്ജു പിള്ള, അതുപോലെ തന്നെ കുറച്ച് നല്ല നല്ല ആർട്ടിസ്റ്റ് ആയ വേറെ 2 പുതുമുഖ നടിമാരാണ്. ഈ രണ്ടുപേരുടെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഏതൊക്കെയായാലും മെയിൻ നടിയായിട്ട് അഭിനയിച്ച ആ ഒരു ചേച്ചി അടിപൊളിയായിട്ടുണ്ട്. കാരണം ഫസ്റ്റ് ഫിലിമാണെന്ന് ഞാൻ ഇടയ്ക്കൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ഫിലിമാണ്, പക്ഷെ നമുക്കത് ഒരു തരത്തിലും ഫസ്റ്റ് ഫിലിമാണെന്ന് തോന്നുകയില്ല. അത്ര നല്ല പെർഫോമൻസ് ആയിരുന്നു. ദിലീപ് ഏട്ടനോടൊക്കെ ഇങ്ങനെ കട്ടയ്ക്ക് പിടിച്ചിരിക്കുക എന്ന് പറയില്ലേ, അത് കുറച്ച് ടഫായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് എനിക്ക് ഒന്നും പറയാനില്ല, ഇത് കിടിലം ഒരു അടിപൊളി ആക്ടിങ് ആയിട്ട് എനിക്ക് തോന്നിയത്. ദിലീപ് ഏട്ടനായാലും ആ ഒരു ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ നമ്മളെ ചിരിപ്പിക്കുകയും നല്ല കോമഡി എലമെൻറ്റ്സ് ഒക്കെ ഒരുപാടുണ്ട്, ചിരിപ്പിക്കുകയും പിന്നെ ആ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് നല്ല രീതിയിലുള്ള ഇമോഷണൽ ട്രാക്കാണ് കൂടുതൽ. ഇമോഷണലി നമുക്കറിയാം ദിലീപ് ഏട്ടൻ കരയാൻ നമ്മളും കരയും, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ മഞ്ജു പിള്ളയുടെ പെർഫോമൻസ് ആയാലും ഉർവശി ചെയ്യുന്ന അവസാനമൊക്കെ ആയിട്ടൊരു സ്പീച്ചൊക്കെ ഉണ്ട്, അതൊക്കെ റൊമാൻറ്റിഫിക്കേഷൻ ഐറ്റംസ് ആണ്. എല്ലാവരും അങ്ങനെ ഓരോരുത്തരുടെയും എടുത്ത് പറയണ്ടാവും. എല്ലാവരുടെയും ആ ഒരു എന്താ പറയുക, ആ ഒരു പെർഫോമൻസ് ലെവൽ ഈ സിനിമയിൽ നല്ല രീതിയിൽ നമുക്ക് കാണാം. സിനിമയിൽ ധ്യാൻ ശ്രീനിവാസനുണ്ട്. ധ്യാൻ ഒരുവിധം കുഴപ്പമില്ല. ധ്യാൻ പക്ഷേ കുറച്ച് നേരമേ ഉള്ളൂ. ധ്യാൻ ഈ സിനിമയിൽ ആവശ്യം ഉണ്ടോ എന്നുപോലും എനിക്കറിയത്തില്ല. പക്ഷേ ഉള്ള ആ ഒരു പോർഷൻ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കണ്ടൻറ് വൈസ് ആയാലും മേക്കിംഗ് വൈസ് ആയാലും കാസ്റ്റ് വൈസ് ആയാലും ഡയറക്ഷൻ വൈസ് ആയാലും ഒരു കിടിലം ഒരു ഫിലിം തന്നെയാണ്. എനിക്ക് എന്തൊക്കെയാണ് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെടും. ഇതിൻ്റെ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എനിക്ക് ഇത് തന്നെയാണ്. അത് ബാന്ദ്ര ആയാലും ടോയ് കെയർ ടേക്കർ ആയാലും തങ്കമണി ആയാലും എനിക്ക് ഈ ഫിലിം തന്നെയാണ് ഏറ്റവും ഒരു പടി മുകളിൽ നിൽക്കുന്ന ഫിലിം എനിക്ക് തോന്നിയത്. പിന്നെ കോമഡി എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ടോയ് കെയർ ടേക്കറിൽ കണ്ട പോലത്തെ ആ ഒരു ടൈപ്പ് കോമഡി അല്ല. നമ്മൾ ദിലീപിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ടൈപ്പ് ഓഫ് കോമഡീസ് ഉണ്ടല്ലോ, ഈ തെന്നി വീഴുന്നതല്ലാതെ കുറേ ചിരിപ്പിക്കുന്ന സ്ലാപ്പ് സ്റ്റിക്ക് തന്നെയാണ്. എന്നാലും കുറച്ച് ഞാൻ എന്താ പറയുക സിറ്റുവേഷണൽ കോമഡീസാണ് ഇതിൻ്റെ അത് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടെ ഇവിടെയൊക്കെ 2 കൺട്രീസ് ആയിട്ടൊക്കെ കണക്ട് ചെയ്യും. ലുക്ക് കൊണ്ടാണോ അല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടാണോ എന്നറിയില്ല. നല്ലൊരു ഫിലിം തന്നെയാണ്. പിന്നെ ഈ ഇടയായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ദിലീപ് ഇപ്പോൾ ഭയങ്കര ഭൂമിയായിട്ടാണ്, ഭയങ്കര ഒരു സാഡ് മുഖത്ത് ഉള്ള രീതിയിലാണ് അഭിനയിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എനിക്കും ചില സമയങ്ങളിൽ തോന്നാറുണ്ട്. പക്ഷേ ഈ ഫിലിമിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒന്നുമില്ല. മൊത്തം നല്ല എനർജി ആയിട്ട് നല്ല പവറേഷ് ആയിട്ടാണ് ഈ സിനിമയൊക്കെ നല്ല അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ ഈയിടെ നല്ല ഡീഗ്രേഡിംഗ് ഒക്കെ സിനിമയ്ക്കെതിരെ നടക്കുന്നുണ്ട്. നമ്മൾ ഫിലിം കണ്ടതിന് ശേഷമാണ് ഈ ഡീഗ്രേഡിങ് കാണുന്നതെങ്കിൽ നമുക്കത് മനസ്സിലാവും. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവുന്നത്. ഇവർ തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പോൾ ചെറിയ ദേഷ്യവും സങ്കടമൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. മെയിനായിട്ട് അശ്വന്ത് കോക്കി ചെയ്ത റിവ്യൂ എനിക്ക് തോന്നുന്നില്ല അത് ഡീഗ്രേഡിങ് ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. അല്ലാതെ അത് ഒരിക്കലും അതൊരു ഒപ്പീനിയൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ആയിരിക്കാം, ചിലപ്പോൾ അല്ലാതിരിക്കാം. പക്ഷേ എനിക്കെന്തോ നിങ്ങൾക്ക് റിവ്യൂ കണ്ടാൽ നിങ്ങൾ പോകുന്ന ആളെങ്കിൽ നിങ്ങൾ തിയേറ്ററിക്കൽ റിയാക്ഷൻ മാത്രം എടുത്ത് കാണുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒരുപാട് കിട്ടും. ഇത്രയും പേരിൽ ഇത്ര പേരെ നെഗറ്റീവ് പറയുന്നുള്ളൂ, ഇത്ര പേരെ പോസിറ്റീവ് പറയുന്നുള്ളൂ എന്നുള്ളൊരു മൈൻഡ് നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളെടുത്ത് അത് അനുസരിച്ച് നിങ്ങൾ സിനിമയ്ക്ക് പോകണോ വേണ്ടി തീരുമാനിക്കുന്നത് മണ്ടത്തരമാണ്. പക്ഷെ ഞാൻ ഇതുവരെ ഇത്രയും രീതിയിലുള്ള ഒരു റിവ്യൂസ് കണ്ടിട്ടും എനിക്ക് അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ മാത്രമാണ്
നെഗറ്റീവായിട്ട് തോന്നിയത്, നെഗറ്റീവായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞത്, ഒരു ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോലും എത്രയും നെഗറ്റീവായിട്ട് പറഞ്ഞത് ബാക്കിയൊരു റിവ്യൂവിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ സിനിമ പൊതുവെ പോസിറ്റീവാണ്, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ പോയ തിയേറ്റർ ഹൗസ്ഫുള്ളായിരുന്നു, മൊത്തം ചിരിയായിരുന്നു. പവി കെയർ ടേക്കറിനെക്കാളും നല്ല രീതിയിലുള്ള റെസ്പോൺസ് എനിക്ക് തിയേറ്ററിൽ നിന്ന് ഈ ഒരു ഫിലിമിൽ നിന്ന് എനിക്ക് മനസ്സിലായത്തോളം റെസ്പോൺസ് ഉള്ളതെന്നുള്ള കാര്യം. മോഹൻലാലിന് ശേഷം ഇത് ദിലീപിൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ്. ഫിലിം ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും ബ്ലോക്ക് ബസ്റ്റർ ആയാലും ഹിറ്റായാലും സൂപ്പർ ഹിറ്റായാലും ഇത് ദിലീപിൻ്റെ തിരിച്ചുവരവ് തന്നെയാണ്. ദിലീപ് ജനങ്ങളുടെ ഉള്ളിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞു. നല്ലൊരു അഭിപ്രായം കിട്ടിയിട്ടും സിനിമ ചിലപ്പോൾ ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ അത് ദിലീപ് ജയിച്ചു തന്നെയാണ്. പക്ഷേ ഈ ഒരു ഫിലിം ഫ്ലോപ്പ് ആവത്തില്ല എനിക്ക് തോന്നുന്നു. നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഇപ്പോൾ കിട്ടി തുടങ്ങി, നല്ല രീതിയിലുള്ള ബുക്കിംഗ് ഒക്കെ ഉണ്ട് ഇപ്പോൾ. എന്തൊക്കെയായാലും ജയിച്ചു വരട്ടെ, ഒരു ബ്ലോക്ക് ബസ്റ്റർ ആവട്ടെ, അല്ലെങ്കിൽ ഒരു 100 കോടി ആവട്ടെ എന്ന് ആശംസിക്കാം. സോ ഇതൊരു വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി. നിങ്ങൾ എന്തൊക്കെയാണ് ഫിലിം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. നല്ലൊരു ഫീൽ ഗുഡ് ഐറ്റം തന്നെയാണ്. പിന്നെ ഒരു പക്കാ ഫാമിലി മൂവി തന്നെയാണ്. ഫാമിലി ആയിട്ട് പോയി ഇത് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. നല്ല കോമഡി സീൻസൊക്കെ അതിനകത്തുണ്ട്. ഞാൻ പറഞ്ഞില്ല, ദിലീപ് എന്ന് പറഞ്ഞ നടനിൽ നിന്ന് നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് ഈ ഫിലിമിൽ നല്ല പോലെ തന്നെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. സോ ഇതുവരെ കണ്ടതെന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി. സോ ബൈ.